എല്ലാവരെയും പ്രത്യേകമായി ഞങ്ങളുടെ ഈ കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്രത്യേകിച്ച് സെക്രട്ടറി, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, മറ്റ് പ്രവർത്തകർ എല്ലാവരെയും ഞങ്ങളുടെ കൊച്ചു കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഏതൊരു മനുഷ്യനും സ്വന്തം നാട് വിട്ട് മറ്റൊരു നാട്ടിലേക്ക് ചെല്ലുമ്പോൾ അവൻ അവിടെ ഒരു ഒറ്റപ്പെട്ടു പോകുന്നൊരു സാഹചര്യമാണുള്ളത്. എന്നാൽ ഞാൻ കണ്ടതിൽ വെച്ച് നമ്മുടെ അവരുടെ ആ നാട്ടുകാരെ അല്ലെങ്കിൽ സ്വന്തക്കാരെ, കുടുംബക്കാരെ ചേർത്ത് നിർത്തുവാനും അവരെ ഉയർത്തിക്കൊണ്ട് വരുവാനും ഏറെ ഉത്സാഹിക്കുന്നത് മലയാളികളാണെന്ന് ഏത് നാട്ടിൽ ചെന്നാലും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നിങ്ങളിപ്പോൾ ഞങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഈ വസ്തുക്കളും. നിങ്ങൾ ഞങ്ങളെ വിളിച്ച് സംസാരിക്കുമ്പോൾ ആ സ്നേഹത്തോടുള്ള സംസാരവും മറ്റു ഞങ്ങളെ കരുതുന്ന ആ കരുതലും എന്ന് പറയുന്നത് ഒട്ടും വിലമതിക്കാത്തൊരു സംഗതി തന്നെയാണ്. ഒരു ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ, 3 വർഷം മുമ്പ് ഞാനിവിടെ വരുമ്പോൾ ഈ ഏരിയയിലുള്ള അധികം ആളുകളായിട്ടൊന്നും പരിചയമില്ല. അപ്പോൾ എന്ത് ചെയ്യും? ആദ്യമേ പരിചയപ്പെടുന്ന സാറിനെയാണ്, പ്രവീൺ സാറിനെയാണ്. അത് ഔപചാരികമായിട്ട് പരിചയപ്പെട്ടു പോയതാണ്. പിന്നെ പരിചയം മുന്നോട്ട് പിന്തുടർന്നു. പിന്നെ നമ്മുടെ ശ്രീകുമാർ സാറിനെയും പരിചയപ്പെട്ടു. ശ്രീകുമാർ സാറും എതിരെ പോയാലും ഇതിലെ കടന്നു വരികയും ഇതൊക്കെ കണ്ട് എല്ലാവരെയും കണ്ട് സന്തോഷം പങ്കിട്ട് പോവുകയും ചെയ്യുന്ന ഒത്തിരി സന്തോഷത്തോടെ ഓർക്കുകയാണ്. ഞാൻ പറഞ്ഞത് വേറെ ഒന്നുമല്ല, നമ്മളെല്ലാം ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ കുറച്ച് പേര് മുന്നിട്ടിറങ്ങി ആ ഒറ്റപ്പെട്ട് കിടക്കുന്നവരെ എല്ലാം കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് അവർക്ക് ഉല്ലാസവും അവരുടെ മനസ്സിന് സന്തോഷവും പിന്നെ അവരെ മുൻനിരയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ശ്രമിക്കുന്ന ഈ മലയാളി സമാജം പ്രവർത്തകരോട് എല്ലാവിധമായ ആശംസകൾ അവരുടെ പ്രവർത്തനങ്ങൾക്ക് നേരുകയാണ്. കൂടാതെ ഇന്നേ ദിവസം ഞങ്ങളോടൊപ്പമായിരുന്ന് ഞങ്ങൾക്ക് ഭക്ഷണമൊക്കെയും സന്തോഷത്തോടെ ഇന്നത്തെ ഒരു ദിവസത്തെ മൊത്തം കാര്യങ്ങളെല്ലാം നിറവേറ്റി തരികയും കൂടാതെ ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന സാധനങ്ങൾ അതേപോലെ തന്നെ ക്രിസ്തുമസിൻ്റെതായ ആശംസകളും ഞങ്ങളോട് അറിയിക്കുകയും ചെയ്ത നിങ്ങളോട് എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ഈ കുടുംബത്തിന്റെ പേരിലുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. അതേപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും പേരിലുള്ള നന്ദിയും സ്നേഹവും നിങ്ങളെ അറിയിക്കുന്നു. ഇനിയും ഈ ബന്ധം എന്നും നിലനിൽക്കുവാനും ഈ സന്തോഷം എപ്പോഴും പങ്കിടുവാനും ഞങ്ങളെപ്പോലെ ഒറ്റപ്പെട്ട് നിൽക്കുന്നവരെല്ലാം ചേർത്ത് നിർത്തുവാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ദൈവം തമ്പുരാനോട് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, പ്രവർത്തനം വിജയിച്ച് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാനിവിടെ കേരള സമാജം സ്റ്റാർട്ടായി ഒരു കൊല്ലം ആവുന്നേ ഉള്ളൂ. കേരള സമാജം അതിന് ഞങ്ങൾ ലാസ്റ്റ് ഇയർ എപ്പോഴും വെച്ച് ക്രിസ്മസ് നടത്തി, പിന്നെ ഓണം നടത്തി. അത് കഴിഞ്ഞ് ഞങ്ങളൊക്കെ മീറ്റിംഗ് കൂടെ ഇപ്പോൾ വിചാരിച്ച് ഈ പോലെ എന്താ ചെയ്യേണ്ടത്, അങ്ങനെ എല്ലാ മെമ്പേഴ്സുമാരും കൂടി ഏതെങ്കിലും വൃദ്ധാശ്രമവും അല്ലെങ്കിൽ അനാഥാശ്രമം പോയിട്ട് നമ്മൾ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. അന്നേരമാണ് പ്രതീക്ഷ പറഞ്ഞു ഇവിടെ നമ്മൾക്ക് ദൈവത്തെ ആശ്രമമുണ്ട്. അങ്ങനെ ഞങ്ങൾ 2-3 പേർ വന്ന് ഇവിടെ കണ്ടു. ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടെന്ന് ഞങ്ങൾ അറിയുന്ന അന്നാണ് ഞങ്ങളെ. അതുകൊണ്ട് അന്നെല്ലാം വന്ന് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ കണ്ട് ഭയങ്കര ക്ലീനൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ക്ലീനുണ്ട്. ഞങ്ങൾ വേറെ ആശ്രമം കണ്ടിട്ടുണ്ട്. അതിനാണ് നല്ല പോലെ സെറ്റപ്പ് ഉണ്ട്, നല്ല ക്ലീനുണ്ട്. പിന്നെ നല്ലൊരു ഐസി പോലത്തെ സെറ്റിങ് ആക്കിയിട്ടുണ്ട്. പിന്നെ അതിനൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടു. ഞങ്ങളെ പിന്നെ മുന്നോട്ടും എന്തെങ്കിലും ഞങ്ങൾ ഹെൽപ്പ് വേണമെങ്കിൽ ഞങ്ങൾ പറഞ്ഞാൽ മതി. എന്ത് ഹെൽപ്പ് വേണമെങ്കിൽ ഞങ്ങൾ സമാജം ഗൗതം മെഡിക്കലിൻ്റെ ഇപ്പോൾ മെഡിസിൻ കിട്ടും, അങ്ങനെ ബെഡ്ഷീറ്റും ബെഡ്സ്പ്രെഡും പിന്നെ എല്ലാം തുണികളൊക്കെ വേണ്ടതൊക്കെ വെച്ചിട്ടുണ്ട്. സോ ഇവിടെ വന്ന് ഞങ്ങൾക്ക് ഇങ്ങനൊരു സെലിബ്രേഷൻ ചെയ്യാനായിട്ട് ഈ പ്രോഗ്രാമിന് സപ്പോർട്ട് ചെയ്ത ഫാദർക്ക് നന്ദി. ഫാദർക്ക് പിന്നെ ഇവിടെ വന്ന എല്ലാവർക്കും പാൽക്കൊണ്ട് അവരുടെ പേരറിയില്ല. പിന്നെ എല്ലാവർക്കും കേരള സമാജത്തിൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ എൻ്റെ മെമ്പേഴ്സുമാർ, 2000 മെമ്പേഴ്സുമാരും കുറേ പേര് വന്നില്ല, വേറെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. നന്ദി രേഖപ്പെടുത്തുന്നുണ്ട്. ക്രിസ്മസിൻ്റെ എല്ലാവർക്കും ക്രിസ്മസ് പിന്നെ ന്യൂ ഇയറിൻ്റെ ആശംസകൾ.
കാരണം ഇതിനേക്കാൾ ഉപരിയായിട്ട് കുറച്ച് സംസാരിക്കാനൊക്കെ സമയം കിട്ടുവാണെങ്കിൽ കാരണം ഞങ്ങളെപ്പോഴും മിണ്ടുമ്പോൾ ഒരു ബോറിംഗ് പുറത്തൊരാൾ വന്നിട്ട് മിണ്ടുമ്പോ ഒരു കുറേ ഫ്രഷാവും. അതാണ് വേണ്ടത്. ആരെയൊക്കെ വിസിറ്റ് ചെയ്തുകൊണ്ട്